ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. മലയാളികളിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന IS ബന്ധത്തിൻ്റെ നിജാവസ്ഥ എന്ത് എന്ന ചർച്ച തന്നെയാണ് ഇന്നും പത്രലോകം നമുക്ക് തരുന്നത്. കഴിഞ്ഞ 4 ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്ന IS ബന്ധങ്ങൾ, കാണാതാകുന്ന ദുരൂഹ സാഹചര്യത്തിൽ അപ്രത്യക്ഷമാകുന്ന മലയാളികൾ, ഇവരെ സംബന്ധിച്ചുള്ള ചർച്ചകൾക്കിടയിൽ ഇന്ന് നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വാർത്ത, ഈ IS ബന്ധത്തെ മുൻനിർത്തി ദില്ലിയിൽ ഒരു ഇൻ്റലിജൻസ് മീറ്റിംഗ് നടക്കുകയുണ്ടായി. കേരളത്തിൽ നിന്ന് ADGP, ഇൻ്റലിജൻസ് ADGP ശ്രീലേഖ തന്നെ അതിൽ പങ്കെടുക്കുകയും ചെയ്തു. ആ നിലയ്ക്ക് ഒരു വലിയ സമ്മേളനത്തിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ടു. ആ സമ്മേളനത്തിൽ എന്തൊക്കെയാണ് നിലപാടുകൾ എടുക്കപ്പെട്ടിരിക്കുന്നത്, കേരളവും ഈ ISഉം തമ്മിലുള്ള ബന്ധമെന്ത്, കേരളത്തിലെ ചെറുപ്പക്കാർ കാണാതായവർ യഥാർത്ഥത്തിൽ ISൽ ചേർന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണോ തിരോഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും അതേ സംബന്ധിച്ച് പുതിയ നിലപാടുകൾ കൈക്കൊള്ളപ്പെടുകയും ചെയ്തു. ഒരുപക്ഷെ അഖിലേന്ത്യാ നിലവാരത്തിൽ തന്നെ ആദ്യമായി ഇതേ സംബന്ധിച്ച അന്വേഷണങ്ങൾ നടക്കുന്നതിൻ്റെ സൂചനകളാണ് പത്രലോകം തരുന്നത്. ആ യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ എന്ത്? ആ തീരുമാനം മലയാള മനോരമ ലീഡ് വാർത്തയാക്കി തരുന്നു. കഴിഞ്ഞ 4-5 ദിവസമായി നടക്കുന്ന ചർച്ചകളുടെ ഒരു പ്രത്യേക ഘട്ടത്തിലെ പരിസമാപ്തി എന്ന നിലയ്ക്ക് ഈ വാർത്തയെ കാണാം. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ വാർത്തകൾ ഇനി വരാനിരിക്കുന്നത്. ഇന്നലെ നടന്ന സമ്മേളനത്തിൻ്റെ സ്വഭാവം, അതിലെടുത്ത തീരുമാനം എന്ത്? IS അന്വേഷണം വ്യാപിപ്പിക്കുന്നു. റോ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് അത് വിദേശത്തേക്ക് അന്വേഷണത്തിൻ്റെ കരങ്ങൾ നീട്ടുന്നു. കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, വിദേശത്തേക്കാണ് കരങ്ങൾ നീട്ടുന്നത് അന്വേഷണത്തിൻ്റെ. മലയാള മനോരമയുടെ ആ ലീഡ് വാർത്ത കാണുക. VV ബിനുവാണ് വിശദാംശങ്ങൾ തരുന്നത്. റോ വിദേശത്തേക്ക്. കേരളത്തിൽ നിന്ന് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായവരിൽ ചിലർ ISൽ ചേർന്നുവെന്ന സൂചനകളുടെ പശ്ചാത്തലത്തിൽ തുടരന്വേഷണം റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് ഏറ്റെടുത്തു. കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ IS ബന്ധം സ്ഥിരീകരിക്കാൻ പ്രയാസമുണ്ടായ സാഹചര്യത്തിലാണ് അന്വേഷണം റോ ഏറ്റെടുത്തത്. IS റിക്രൂട്ട്മെൻറ്റ് പ്രശ്നം ചർച്ച ചെയ്യാൻ ഇന്നലെ കേന്ദ്ര IB ഡയറക്ടർ ദിനേശ്വർ ശർമ്മ ദില്ലിയിൽ വിളിച്ചു ചേർത്ത കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെയും സംസ്ഥാന ഇൻ്റലിജൻസ് മേധാവികളുടെയും ഉന്നതതല യോഗത്തിലാണ് റോ മുഖേന അന്വേഷണം വിദേശ രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചത്. റോ ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. കേരളത്തിൽ നിന്ന് ഇൻ്റലിജൻസ് ADGP R ശ്രീലേഖ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഇൻ്റലിജൻസ് വിഭാഗം IB അന്വേഷിച്ചിട്ട് കാര്യമില്ല, റോയാണ് അന്വേഷണം ഏറ്റെടുക്കുന്നത്. കാരണം വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇതിൻ്റെ തുടരന്വേഷണം നിലനിൽക്കുന്നത്. അതുകൊണ്ട് റോ ഇത് ഏറ്റെടുത്തിരിക്കുന്നു എന്നല്ലാതെ കേരളത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഒരു സ്ഥിരീകരണമൊന്നും നൽകാൻ ആർക്കും ആയിട്ടില്ല. എന്നാൽ കേരളത്തിൽ നിന്നല്ല, മറിച്ച് ഹൈദരാബാദിൽ നിന്ന് 2 IS ആളുകളെ അറസ്റ്റ് ചെയ്തു. ഇസ്ലാമിക് സ്റ്റേറ്റിനെ പിന്തുണയ്ക്കുന്ന 2 ആളുകളെ ഹൈദരാബാദിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന വിവരം മലയാള മനോരമ പ്രധാന വാർത്തയ്ക്കൊപ്പം ഇൻസെറ്റിൽ തരുന്നു. കാണുക. മുൻപ് NIA പിടികൂടിയ 5-അംഗ സംഘത്തിൻ്റെ തലവനും ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നു എന്നാണ് മലയാള മനോരമ നിരീക്ഷിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ ഹൈദരാബാദിൽ നിന്ന് ഇങ്ങനെ വായിക്കാം. ISൻ്റെ ഹൈദരാബാദ് സംഘത്തലവൻ യാസിർ നിയാമത്തുല്ല, സംഘടനയ്ക്ക് വേണ്ടി ധനസമാഹരണം നടത്തുന്ന അതാവുല്ല റഹിമാൻ എന്നിവരെ ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തു. ISൻ്റെ നിർദ്ദേശാനുസരണം ഇന്ത്യയിൽ ആക്രമണം നടത്താൻ പദ്ധതിയിടുകയായിരുന്ന സംഘത്തിലെ 5 പേരെ കഴിഞ്ഞ 29-ന് NIA പിടികൂടിയിരുന്നു. ഇതെല്ലാം ഹൈദരാബാദിൽ നടന്ന കാര്യങ്ങളാണ്. കേരളത്തിൽ നിന്ന് അത്തരം അറസ്റ്റുകളൊന്നും ഇതുവരെ ഉണ്ടായിട്ടുമില്ല. ഏതായാലും ഈ വാർത്തകളൊക്കെ തരുന്നത് അന്വേഷണ ഏജൻസികളാണ്. അന്വേഷണ ഏജൻസികൾ തരുന്ന വാർത്തകൾ അപ്പാടെ വിശ്വാസയോഗ്യമല്ല എന്ന് മലയാളികൾക്ക് ഇതിനു മുമ്പുള്ള അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ തീർത്തും ഉറപ്പിച്ച് തന്നെ പറയാം. കാരണം ഇവിടെ ഒരു പേപ്പർ ബോംബിൻ്റെ വാർത്തയുണ്ടായിരുന്നല്ലോ. ആ വാർത്ത വലിയ കൊട്ടിഘോഷങ്ങളോടെ ദിവസങ്ങളോളം അരങ്ങേറി. വലിയ അപായം, അപകടം ഇതാ
കേരളത്തിൽ തീവ്രവാദത്തിൻ്റെ ഹബ്ബ് രംഗത്ത് വന്നിരിക്കുന്നു എന്ന നിലയ്ക്കായിരുന്നു വാർത്ത വന്നിരുന്നത്. എന്നാൽ വാർത്ത അന്വേഷിച്ച് എന്നപ്പോൾ ആദ്യം മുസ്ലിം സമുദായാംഗമായ ഒരു വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ആ വിദ്യാർത്ഥിയെ ചോദ്യം ചെയ്ത് ഒരു പരുവത്തിലാക്കി എന്ന് മാത്രമല്ല, അയാളുടെ അച്ഛനെയും അമ്മയെയും ചോദ്യം ചെയ്ത് കുളമാക്കി, അദ്ദേഹത്തിൻ്റെ ചേട്ടനെ ചോദ്യം ചെയ്ത് വശകേടാക്കി, വിദേശത്ത് പോയിരിക്കുന്ന ആൾക്കാരെ തിരിച്ചു വിളിച്ച് ചോദ്യം ചെയ്യുക വരെ ഉണ്ടായി. എന്നിട്ടൊടുവിൽ കണ്ടെത്തിയത് ആ ചെറുപ്പക്കാരന്, കൗമാരക്കാരനായ വിദ്യാർത്ഥിക്ക് ഇതിൽ പങ്കില്ല എന്നും മറ്റൊരു ഹിന്ദു വിദ്യാർത്ഥിയാണ് ഇതിൻ്റെയൊക്കെ പിറകിൽ പ്രവർത്തിച്ചത് എന്നും കണ്ടെത്തിയതിന് തൊട്ടുപിറകെ ആ ഹിന്ദു വിദ്യാർത്ഥി മനോരോഗിയാണ് എന്നുകൂടി കണ്ടെത്തിയതോടെ ആ അന്വേഷണം അവിടെ ചത്ത് മലച്ചുപോയി. അതായത് 5-6 ദിവസം അതേ സംബന്ധിച്ച് വളരെ ഗൗരവതരമായ അന്വേഷണം നനഞ്ഞ പടക്കം പോലെ ചീറ്റി പോകുമ്പോൾ കുറേ മനുഷ്യ ജീവിതങ്ങളാണ് സത്യത്തിൽ പീഡിപ്പിക്കപ്പെട്ടത്. അങ്ങനെ അന്വേഷണത്തിൻ്റെ പല പരമ്പരകളും അനാവശ്യമായ പീഡന പരമ്പരകളാണെന്ന് തെളിയിക്കപ്പെട്ട ഒരവസ്ഥയാണ് മലയാളികൾക്ക് ഏതായാലും ഭീകരവാദവുമായി ബന്ധിപ്പിച്ചുള്ളത്. അതുകൊണ്ട് തന്നെ ഹൈദരാബാദിൽ നടന്ന ഈ അറസ്റ്റും ഒക്കെ എത്രത്തോളം വിശ്വാസയോഗ്യമാണ് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഉളവാകുക മലയാളി അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ സ്വാഭാവികം മാത്രമാണ്. അന്വേഷണം വിദേശത്തേക്ക് എന്നാണ് റോയുടെ ആഭിമുഖ്യത്തിൽ വിദേശത്തേക്ക് നീളുന്നു എന്ന് മാത്രമാണ് മനോരമയ്ക്ക് പറയാനായത് എങ്കിൽ കേരള കൗമുദിയുടെ ലീഡ് വാർത്ത കാണുക. അവരും ഈ വാർത്തയെ ആഘോഷിച്ചിരിക്കുകയാണ്. IS വാർത്ത. IS അന്വേഷണം അഫ്ഗാനിസ്ഥാനിലേക്ക്. കൃത്യമായും ഏത് രാജ്യത്തേക്കാണ് അന്വേഷണം നീളുന്നത്, റോയുടെ കൈകൾ നീളുന്നത് എന്ന് കേരള കൗമുദി കൃത്യമായി കണ്ടുപിടിച്ച് കളഞ്ഞിരിക്കുന്നു. കാണുക. കേരളത്തിൽ നിന്ന് കാണാതായ 21 പേർ ISൽ ചേർന്നതായി സ്ഥിരീകരണമില്ല എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇന്നലെ വിളിച്ചു ചേർത്ത ഉന്നതതല ഇൻ്റലിജൻസ് യോഗം വിലയിരുത്തി. ഇവരിൽ ചിലർ അഫ്ഗാനിസ്ഥാനിലെത്തിയെന്ന് വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം വിദേശത്തേക്ക് വ്യാപിപ്പിക്കാൻ കേന്ദ്ര ഇൻ്റലിജൻസ് ഏജൻസികൾക്ക് നിർദ്ദേശം നൽകി. സത്യത്തിൽ വിദേശത്തേക്ക് വ്യാപിപ്പിക്കുക എന്നതാണ്, അത് അഫ്ഗാനിസ്ഥാനിലേക്കാണ് എന്നത് കേരള കൗമുദിയുടെ കൗതുകകരമായ ഒരു കണ്ടുപിടുത്തം മാത്രമാണ് എന്ന് ഈ വാർത്തയിൽ അവർ തന്നെ സമ്മതിക്കുന്നു. ഇനി IS ബന്ധത്തിനെ സംബന്ധിച്ച് എന്താണ് കേന്ദ്രത്തിൽ നടന്ന, ദില്ലിയിൽ നടന്ന സമ്മേളനത്തിന് പറയാനുള്ളത്? ദേശാഭിമാനിയുടെ ഇക്കാര്യത്തിൽ നിലപാടുള്ള ദേശാഭിമാനിയുടെ ലീഡ് കാണുക. IS ബന്ധത്തിന് ഒരു സ്ഥിരീകരണവുമില്ല. അതാണ് കേന്ദ്രം പറയുന്നത്. IS ബന്ധം ഇക്കാര്യത്തിലുണ്ട്. ആളുകൾ അപ്രത്യക്ഷരായി എന്നത് വസ്തുതയാണ്. കാരണം അവരുടെ ബന്ധുക്കളുടെ പരാതിയുണ്ട്. അപ്രത്യക്ഷരായ ആളുകൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോയിരിക്കുന്നു എന്നതും വസ്തുതയാണ്. കാരണം അവരുടെ പാസ്പോർട്ട് കൊണ്ട് അത് വെരിഫൈ ചെയ്യാവുന്നതാണ്. പക്ഷേ ഏത് രാജ്യങ്ങളിലേക്കാണ് അവർ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നതിനെക്കുറിച്ചോ അവരുടെ യാത്രാ ഉദ്ദേശം എന്ത് എന്നതിനെക്കുറിച്ചോ ഒന്നും ഒരു തെളിവും ഇതുവരെ ലഭിച്ചിട്ടില്ല. IS ബന്ധം തെളിയിക്കാൻ യാതൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. ലഭിക്കാതിരിക്കുമ്പോഴാണ് 22 ആൾക്കാരെക്കുറിച്ച് ഇങ്ങനെ അപവാദം പ്രചരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. ഒരുപക്ഷെ അവരിതൊക്കെ ചെയ്തിട്ടുണ്ടാകാം. എങ്കിൽ പോലും തെളിവില്ലാതെ പത്രങ്ങളിങ്ങനെ വ്യാകുലപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ പഴയ ചില അനുഭവങ്ങൾ, തിക്താനുഭവങ്ങൾ ഓർമ്മിക്കുന്ന അവസ്ഥയിലേക്ക് മലയാളി എടുത്തെറിയപ്പെട്ടുകൂടുന്നില്ല. IS ബന്ധത്തിന് സ്ഥിരീകരണമില്ല എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട്. വിദേശത്തേക്കും അന്വേഷണം വ്യാപിപ്പിക്കും. വിദേശ ഏജൻസികളുടെ സഹായം തേടും. കേരള പോലീസ് അന്വേഷണം ഊർജിതപ്പെടുത്തുകയും ചെയ്യും. കേരളത്തിൽ നിന്ന് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായവർ ISൽ ചേർന്നതാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല എന്ന് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അതേ സംബന്ധിച്ച് തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. മാധ്യമം എന്ന പത്രം അതിൻ്റെ ലീഡ് വാർത്തയിൽ ഈ തെളിവില്ലാത്ത അവസ്ഥയെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്യുന്നത്. മലയാളികളുടെ തിരോധാനം, ഡൽഹിയിൽ ഉന്നതതല യോഗം, ISൽ ചേർന്നതിന് തെളിവില്ല എന്ന ശീർഷകത്തിൽ മാധ്യമം ആ വാർത്ത തരുന്നു. AK ഹാരിസ് അത് ദില്ലിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്രകാരമാണ്: കേന്ദ്ര സംസ്ഥാന അന്വേഷണ ഏജൻസികൾ ഇരുട്ടിൽ തപ്പുകയാണ്. കേരളത്തിൽ നിന്ന് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായവർ ISൽ ചേർന്നുവെന്ന് കരുതാൻ തെളിവില്ല എന്ന് ദില്ലി ഇൻ്റലിജൻസ് ബ്യൂറോ ആസ്ഥാനത്ത് ചേർന്ന ഉന്നതതല യോഗം. അതേസമയം ഇവർ ISുമായി ബന്ധം സ്ഥാപിച്ചിരിക്കാനും
IS സ്വാധീന മേഖലയിലേക്ക് പോയിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നും യോഗം വിലയിരുത്തി. IS ബന്ധം സംബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന അന്വേഷണ ഏജൻസികൾ ഇരുട്ടിൽ തന്നെയാണെന്ന് വ്യക്തമാക്കുന്നതായി യോഗത്തിലെ നിരീക്ഷണങ്ങൾ എന്നുകൂടി നിരീക്ഷിക്കുന്നു മാധ്യമം ഈ ലീഡ് വാർത്തയിലൂടെ. സാക്കിർ നായിക് എന്നയാളാണ് ഇപ്പോൾ ഭീകരവാദത്തിൻ്റെ തനി ആൾ സ്വരൂപം എന്ന നിലയ്ക്കാണ് മാധ്യമങ്ങൾ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നായിക്കിനെ സംബന്ധിച്ച തുടർ വാർത്തകൾ മലയാളത്തെ പത്രങ്ങളിൽ വരിക സ്വാഭാവികമാണ്. സാക്കിർ നായിക്കിനെക്കുറിച്ച് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഒരഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് കാണുക. സാക്കിർ നായിക്കിൻ്റെ പ്രവർത്തനങ്ങൾ അന്വേഷിക്കണം. വാർത്തയും വീക്ഷണവും പേജിൽ മാതൃഭൂമി ആ വാർത്ത തരുന്നു ഇപ്രകാരം: മതപ്രഭാഷകൻ സാക്കിർ നായിക്കിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ അന്വേഷിക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. മുസ്ലിം ലീഗിലെ ചില ആളുകൾ നായിക്കിനെ ന്യായീകരിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇത് മുസ്ലിം ലീഗിൻ്റെ നിലപാടാണെന്ന് തോന്നുന്നില്ല, ചില വ്യക്തികളുടെ അഭിപ്രായം മാത്രമാണെന്നാണ് തോന്നുന്നത്, കോടിയേരി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. മഹാരാഷ്ട്ര സർക്കാർ നായിക്കിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് ആളുകളെ കാണാതായ സംഭവങ്ങളുമായി അദ്ദേഹത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും കോടിയേരി പറഞ്ഞു. ലീഗിൻ്റേതായി വരുന്ന വാർത്ത സത്യത്തിൽ ലീഗിൻ്റെ വാർത്തയല്ല എന്ന് പറയാൻ കോടിയേരി ബാലകൃഷ്ണൻ എങ്ങനെ കഴിയും എന്നൊന്നും ചോദിക്കരുത്. കാരണം ഇതേ സംബന്ധിച്ച് ലീഗിൻ്റെ ഔദ്യോഗിക വക്താക്കൾ തന്നെയാണ് ലീഗിൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്, സാക്കിർ നായിക്കിനെ കുറിച്ചുള്ള നിലപാടുകൾ. പക്ഷേ കോടിയേരി അത് അംഗീകരിക്കാൻ തയ്യാറല്ല. ഇനി മഹാരാഷ്ട്ര ബേസ്ഡായി പ്രവർത്തിക്കുന്ന സാക്കിർ നായിക് എന്ന മതപ്രഭാഷകൻ 1991 ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷൻ്റെ സ്ഥാപകൻ, ലോകോത്തരമായി പ്രഭാഷണം നടത്തുന്ന മതമേധാവി, അദ്ദേഹത്തെ സംബന്ധിച്ച് മഹാരാഷ്ട്ര ഇൻ്റലിജൻസ് ചില അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതേ സംബന്ധിച്ച വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ഇപ്പോൾ നമുക്ക് ലഭ്യമാണ്. അതേ സംബന്ധിച്ച് മഹാരാഷ്ട്രയുടെ ഇൻ്റലിജൻസ് എന്താണ് പറയാനുള്ളത്? അവർ പറയുന്നത് 100-ലധികം പ്രഭാഷണങ്ങൾ, യൂട്യൂബിലുള്ള പ്രഭാഷണങ്ങൾ, എനിക്കും നിങ്ങൾക്കും ഇപ്പോഴും കേൾക്കാവുന്ന സാക്കിർ നായിക്കിൻ്റെ യൂട്യൂബിൽ ലഭിച്ചിട്ടുള്ള പ്രഭാഷണങ്ങളുടെ പൂർണ്ണരൂപം അവരും കേൾക്കുകയുണ്ടായി. ആ പ്രഭാഷണങ്ങൾ പരിശോധിച്ചപ്പോൾ അത് സാക്കിർ നായിക്ക് തന്നെ നടത്തിയതാണ് എന്ന് ഫോറൻസിക് തെളിയിക്കുന്നുണ്ട്. പക്ഷേ ആ പ്രഭാഷണം പരിശോധിച്ചാൽ അതൊന്നും തന്നെ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രഭാഷണമാണ് എന്ന് പറയാനാകില്ല. എന്നു മാത്രമല്ല, അങ്ങനെ ഒരു ഉള്ളടക്കം ആ പ്രഭാഷണത്തിനില്ല എന്നാണ് മഹാരാഷ്ട്ര ഇൻ്റലിജൻസ് പറയുന്നത്. അതുമാത്രമല്ല, ഈ സാക്കിർ നായിക്ക് നടത്തുന്ന പ്രഭാഷണങ്ങൾ നമുക്കും ഇവിടെ ലഭ്യമാണ്. അതിനകത്ത് അദ്ദേഹം പറയുന്നത് ഇന്ത്യ ഒരു വൻ ശക്തിയായി തീരാനുള്ള സാധ്യത, ഒരുപക്ഷെ ചൈനയേക്കാൾ വലിയ ശക്തിയായി തീരാനുള്ള സാധ്യത ദശകങ്ങൾക്കിടയിലുണ്ട്. ആ സാധ്യത നിറവേറണമെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിമും ഇന്ത്യയിലെ ഹിന്ദുക്കളും ഒന്നിച്ചു നിന്ന് മുന്നേറുന്ന ഒരു രാഷ്ട്രീയം ഇന്ത്യയിൽ രൂപം കൊള്ളണം. അതിനുവേണ്ടിയാണ് താൻ നിലകൊള്ളുന്നത് എന്ന നിലപാട് പരസ്യമായി എടുക്കുന്നയാളാണ് അദ്ദേഹം. ആ നിലയ്ക്ക് മഹാരാഷ്ട്രയിലെ ഇൻ്റലിജൻസിന് അദ്ദേഹത്തിൻ്റെ 100 കണക്കിന് പ്രസംഗങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് അതിൽ തീവ്രവാദ ഛായയുള്ള യാതൊന്നുമില്ല എന്ന നിലപാടെടുക്കേണ്ടി വന്നിരിക്കുന്നു. ഇനി ഈ സാക്കിർ നായിക്ക് തൻ്റെ പ്രഭാഷണ പരമ്പരകളിൽ നിന്ന് ലഭിക്കുന്ന പണമുണ്ടല്ലോ, ആ പണം നിക്ഷേപിക്കുന്നത് ഓഹരി കമ്പോളത്തിലാണ് എന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരടുത്ത അനുയായി പറയുകയുണ്ടായി. അതേ സംബന്ധിച്ചും മഹാരാഷ്ട്ര ഇൻ്റലിജൻസ് അന്വേഷണം നടത്തി. ആ അന്വേഷണത്തെ സംബന്ധിച്ച് ഇൻ്റലിജൻസ് പറയുന്നത് അപ്രകാരം പണം നിക്ഷേപിക്കാനുള്ള അവകാശം നായിക്കിനുണ്ട്, അതുകൊണ്ട് അതൊരു കുറ്റകരമായ പ്രവൃത്തിയായി കണ്ടെത്താനും കഴിയില്ല എന്ന് പറയുമ്പോൾ നായിക്കിനെ സംബന്ധിച്ച് യാതൊരു ആക്ഷേപവും മഹാരാഷ്ട്ര ഇൻ്റലിജൻസിന് ഇക്കാര്യത്തിൽ ഇല്ല. കോടിയേരി ബാലകൃഷ്ണനും അത് തിരിച്ചറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതേ സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാണ്. സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ഈ കാര്യത്തിലുള്ള കാര്യങ്ങൾ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ നായിക്കിനെ സംബന്ധിച്ച്, സാക്കിർ നായിക്കിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗ് പറയുന്നത് മാതിരി ഒളിവിലിരിക്കുന്ന ഒരു പിടികിട്ട പുള്ളിയൊന്നുമല്ല സാക്കിർ നായിക്ക് എന്ന യാഥാർത്ഥ്യം എല്ലാവരും അംഗീകരിക്കണം ഇപ്പോഴെങ്കിലും. മറ്റൊരു വാർത്ത ഇന്ന് നമുക്ക് ലഭിക്കുന്നത്
IS-നെ സംബന്ധിച്ച് അബ്ദുൽ നാസർ മദനിയുടെ പ്രസ്താവമാണ്. മദനി അദ്ദേഹത്തിൻ്റെ അമ്മയെ സന്ദർശിച്ച ശേഷം, രോഗിണിയായ അമ്മയെ സന്ദർശിച്ച ശേഷം ഇന്നലെ തിരിച്ചു പോവുകയുണ്ടായി. ആ സമയത്ത് അദ്ദേഹം IS-നെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായം തുറന്നു പറയുകയുണ്ടായി. അത് മാതൃഭൂമി വാർത്തയും വീക്ഷണവും പേജിൽ വളരെ പ്രസക്തമായി തന്നെ, പ്രത്യേക പ്രാധാന്യത്തോടെ തന്നെ കൊടുക്കുന്നു. സചിത്രമായ ആ വാർത്ത മദനിക്ക് എന്താണ് സാക്കിറിനെ കുറിച്ചോ അല്ലെങ്കിൽ IS-നെ കുറിച്ചോ പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം. ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന് നമുക്ക് തിരിച്ചു വരാം. IS-നെ പറ്റി അബ്ദുൽ നാസർ മദനി പറയുന്നു, കാണുക. IS എന്ന ഭീകരപ്രസ്ഥാനത്തിൻ്റെ നേരിയ കണ്ണികൾ കേരളത്തിലുമുണ്ട് എന്ന വാർത്തകൾ വേദനാജനകമാണ് എന്ന് മദനി പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഇതിനെതിരെ മുസ്ലിം സംഘടനകൾ കൃത്യമായും ജാഗരൂകരാകണം. ബാംഗ്ലൂരിലേക്കുള്ള മടക്കയാത്രയിൽ കഴക്കൂട്ടത്ത് പത്രക്കാരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ പ്രമുഖ സംഘടനകളുടെ പ്രവർത്തകരൊന്നും ഈ ഭീകര സംഘടനയിലേക്ക് പോയിട്ടില്ല എന്നത് ആശ്വാസകരമാണ്. IS-ലുള്ളവർ ഏതെങ്കിലും മതത്തിൽപ്പെട്ടവരല്ല. അവരുടെ മതം ഭീകരപ്രവർത്തനം മാത്രമാണ്. അവരുടെ പേരിൽ ഏതെങ്കിലും മതത്തെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യരുത് എന്നാണ് അദ്ദേഹം അതേ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇതുമായി ബന്ധിപ്പിച്ച് നമുക്ക് ലഭിക്കുന്ന വാർത്തകളെങ്കിൽ, ജന്മഭൂമി എന്ന സംഘപരിവാര പത്രത്തിന് ഇതൊന്നും പ്രധാനമല്ല. കേരളം ഒരു ഭീകരതയുടെ ഹബ്ബ് തന്നെയാണ്. ഹബ്ബെന്നല്ല, ഫാക്ടറിയാണ് കേരളം എന്നാണ് ജന്മഭൂമി പറയുന്നത്. കാണുക. IS ഏറ്റവും അധികം കേസുകൾ കേരളത്തിലാകും. നഴ്സറിയല്ല, കേരളം ഇസ്ലാമിക ഭീകരതയുടെ ഫാക്ടറിയാണ് എന്ന വിലയിരുത്തൽ ജന്മഭൂമി നടത്തിയിരിക്കുന്നു. ഇതപര്യന്തം നമുക്ക് ലഭിക്കുന്ന വാർത്തകളുടെ പശ്ചാത്തലത്തിൽ വലിയ ഉള്ളടക്കമുള്ള വാർത്തയല്ല ഇത് എന്ന് നാം മനസ്സിലാക്കണം. കെ സുജിത് എഴുതുന്നത് കാണുക. ഭീകരതയുടെ പ്രതിരൂപമായി ഇസ്ലാമിക് സ്റ്റേറ്റ് ആയി ബന്ധപ്പെട്ട് ഏറ്റവും അധികം കേസുകൾ രജിസ്റ്റർ ചെയ്തതിൻ്റെ നേട്ടം കേരളത്തിനാകും എന്ന് പറയുമ്പോൾ, ഇവിടെ ആളുകളെ കാണാതായാൽ കേസ് വരും. ഉത്തരേന്ത്യൻ പ്രദേശങ്ങളിൽ കേസും ഒന്നും ഉണ്ടാവുകയില്ല. ആ യാഥാർത്ഥ്യവും നാം കാണണം. അത് ജന്മഭൂമി കാണുന്നില്ല. കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്തയിലെ തെറ്റ് ദേശാഭിമാനി തിരുത്തിയിരിക്കുന്നു. കാണുക. ദുരൂഹ തിരോധാനം UAPA ചുമത്തിയിട്ടില്ല. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായവർക്കെതിരെ UAPA ചുമത്തിയെന്ന തരത്തിൽ വരുന്ന വാർത്തകൾ, അത് ഇന്നലെ വന്ന വാർത്തയാണ്. അതിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് പോലീസ് പറഞ്ഞിരിക്കുന്നു. ചൈന നാളെയുടെ വൻശക്തിയാണ് എന്ന നിലയ്ക്കാണ് അറിയപ്പെടുന്നത്. അതെന്തെങ്കിലും ആകട്ടെ, ഏതായാലും ദക്ഷിണ ചൈന കടലിൽ ചൈന ഒരു പരമാധികാരിയാണ് എന്ന് വിചാരിച്ചിരുന്നുവെങ്കിൽ ആ വിചാരം തെറ്റാണ്. ചൈനയ്ക്ക് അവിടെ പരമാധികാരമില്ല എന്ന് ഹേഗിലെ അന്താരാഷ്ട്ര കോടതി നിലപാടെടുത്തിരിക്കുന്നു. ആ വാർത്ത മാതൃഭൂമിയിൽ ലീഡാക്കിയിരിക്കുന്നു. ആ ലീഡ് വാർത്ത കൗതുകകരമാണ്. ആ വാർത്തയിലേക്ക് നമുക്ക് സഞ്ചരിക്കാം മറ്റൊരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. ചൈനയെ സംബന്ധിച്ച മാതൃഭൂമിയുടെ ലീഡ് വാർത്ത കാണുക. ദക്ഷിണ ചൈന കടലിൽ ചരിത്രപരമായ അവകാശമുണ്ടെന്ന ചൈനയുടെ അവകാശവാദത്തിന് അന്താരാഷ്ട്ര തർക്ക പരിഹാര കോടതിയിൽ നിന്ന് തിരിച്ചടി. ചൈനയുടെ അവകാശവാദത്തിന് നിയമപരമായ അടിത്തറയില്ല എന്ന് ഹേഗ് ആസ്ഥാനമായുള്ള 5-അംഗ ട്രൈബ്യൂണൽ ചൊവ്വാഴ്ച വിധിച്ചു. പക്ഷേ ചൈന ഈ വിധിയെ അംഗീകരിക്കുന്നില്ല എന്ന് പ്രസ്താവിച്ച് കഴിഞ്ഞിരിക്കുന്നു. കാശ്മീർ താഴ്വരയിൽ ആളുകളുടെ മരിച്ചു വീഴുന്നത് തുടർക്കഥയാകുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി ആഫ്രിക്കയിൽ ചെണ്ട കൊട്ടി കളിച്ച് തിരിച്ചു വന്നതിന് ശേഷം കാശ്മീർ താഴ്വരയിലെ മരണത്തെ സംബന്ധിച്ച് ആലോചന ആരംഭിച്ചു. നിരപരാധികൾക്കെതിരെ നടപടി ഉണ്ടാകില്ല എന്ന് പ്രധാനമന്ത്രി. സിറാജ് എന്ന പത്രം അത് ഉൾപേജിൽ, ദേശീയം പേജിൽ തരുന്നു. വാർത്ത ഇങ്ങനെ: കാശ്മീരിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ എല്ലാവരും മുൻകൈ എടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. കാശ്മീർ വിഷയത്തിൽ വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിലാണ് പ്രധാനമന്ത്രി ഈ ആഹ്വാനം നടത്തിയിരിക്കുന്നത്. ഗൗരവതരമായ ഇടപെടൽ അക്കാര്യത്തിൽ ഉണ്ടാകും എന്ന് പ്രധാനമന്ത്രിയുടെ ഈ പ്രസ്താവന ഇതിൽ നമുക്ക് വായിക്കാനാകും. പശു ചത്തു മോരിലെ പുളിയും പോയി എന്നൊരു പ്രയോഗം മലയാളത്തിലുണ്ട്. എന്നാൽ പശു ചത്താലും മോരിലെ പുളി പോകുന്നില്ല. ദേശീയം പേജിൽ സിറാജ് തരുന്ന മറ്റൊരു വാർത്ത കാണുക. ചത്ത പശുവിൻ്റെ തൊലി ഉരിഞ്ഞ ദളിതർക്ക് ക്രൂരമർദ്ദനം. ചത്ത പശുവിൻ്റെ തൊലി ഉരിച്ച് അത് വിറ്റ് ഉപജീവനം കഴിക്കാം എന്ന അഹമ്മദാബാദിലെ ദളിതർ വിചാരിച്ചുവെങ്കിൽ അക്കാര്യത്തിൽ അവർക്ക് ക്രൂരമർദ്ദനം സംഘപരിവാര വിഭാഗത്തിൽ നിന്ന് ഏൽക്കേണ്ടി വരുന്ന വാർത്തയാണ് സിറാജ് ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കണ്ണൂരിൽ വീണ്ടും കൊലപാതക രാഷ്ട്രീയം അരങ്ങേറുന്നു. പയ്യന്നൂരിൽ ഒരു രാത്രി 2 കൊലപാതകം, രണ്ടും വീട്ടിൽ കയറി വെട്ടിക്കൊല്ലുന്ന അവസ്ഥയിലാണ് സംഭവിച്ചത്. മംഗളം എന്ന പത്രം
അത് ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു. കണ്ണൂരിൽ വീണ്ടും കടാര രാഷ്ട്രീയം. CPM 1, BJP 1. കണ്ണൂരിലെ രാഷ്ട്രീയ കുടിപ്പകയുടെ പരമ്പരയിലേക്ക് രണ്ടിരകൾ കൂടി. പയ്യന്നൂരിലൊരു CPM-കാരൻ്റെ കൊലയുടെ ഞെട്ടൽ വിട്ടുമാറും മുമ്പ് BJP പ്രവർത്തകനും കടാര രാഷ്ട്രീയത്തിന് ജീവൻ നഷ്ടമായ വാർത്തയാണ് ഇന്ന് മംഗളം ലീഡ് വാർത്തയാക്കി നമുക്ക് തന്നിരിക്കുന്നത്. ശബരിമലയിലെ സ്ത്രീ പ്രവേശത്തെ സംബന്ധിച്ച് CPM-ൻ്റെ നിലപാടെന്ത്? കോടിയേരി ബാലകൃഷ്ണൻ അത് വിശദീകരിക്കുന്നു. മലയാള മനോരമയുടെ വർത്തമാനം പുറമ വാർത്ത തരുന്നു, കാണുക. ശബരിമലയിൽ സ്ത്രീ പ്രവേശമാകാം, മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും എന്ന പോലെ ശബരിമലയിലും സ്ത്രീ പ്രവേശമാകാമെന്നാണ് CPM നിലപാട് എന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഇക്കാര്യത്തിൽ മുൻ UDF സർക്കാരിൻ്റെ നിലപാടിനോട് യോജിപ്പില്ല. ഇത് സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ പുതിയ സത്യവാങ്മൂലം നൽകാൻ പോകുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഇന്ന് ബ്രിട്ടനിൽ പുതിയ പ്രധാനമന്ത്രി വരും. ഒരു വനിതാ പ്രധാനമന്ത്രി. മാർഗരറ്റ് താച്ചർക്ക് ശേഷം ഇതാ തെരേസ മേ വരുന്നു, പുതിയ വനിതാ പ്രധാനമന്ത്രിയായി ബ്രിട്ടനിൽ. ആ വാർത്ത അന്തർദേശീയ പേജിൽ ദീപിക തരുന്നത് കാണുക. ബ്രിട്ടനിലെ രണ്ടാമത്തെ വനിതാ പ്രധാനമന്ത്രിയായി ഇന്ന് അധികാരമേൽക്കുന്നു തെരേസ മേ. രണ്ടാമതൊരു ഹിതപരിശോധനയില്ല എന്നും ബ്രെക്സിറ്റ് അന്തിമമാണെന്നും കഴിഞ്ഞ ദിവസം അവർ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. അതായത് പുതിയ നയവും പുതിയ പ്രധാനമന്ത്രിയും അവിടെ വന്നിരിക്കുന്നു എന്നാണ്. ഇതാദ്യമായി ഒരു മലയാളി ഒളിമ്പിക്സിൽ ഇന്ത്യൻ ടീമിനെ നയിക്കാൻ പോകുന്നു എന്ന അഭിമാനകരമായ വാർത്തയാണ് പത്രലോകം ഇന്ന് തരുന്നത്. മലയാളി ഗോൾ കീപ്പർ PR ശ്രീജേഷ് ആണ് ഹോക്കി ടീമിൻ്റെ നായകനായി വരുന്നത്. നായകൻ എന്ന ശീർഷകത്തിൽ മംഗളം സ്പോർട്സ് പേജ് ആ വാർത്ത തരുന്നു. ലോക ഹോക്കിയിലെ തന്നെ മികച്ച ഗോൾ കീപ്പറിൽ ഒരാളായ PR ശ്രീജേഷ് അർഹിച്ച അംഗീകാരം ലഭിച്ചിരിക്കുന്നു. അദ്ദേഹം നായക പദവിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. പാറാട്ട് വീട്ടിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, കിഴക്കമ്പലത്തെ വീട്ടിൽ ആഹ്ലാദത്തിന് അതിരില്ല എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെയും അദ്ദേഹത്തിൻ്റെയും ഒക്കെ ചിത്രം ഇതുമായി ബന്ധിപ്പിച്ച് ഇന്ന് നമുക്ക് തരുന്നുണ്ട് മംഗളം. ഇനി ഇന്നത്തെ കാർട്ടൂൺ. തെക്കൻ ചൈന കടലിടുക്കിൽ ഇതുവരെ പുളച്ചു നടക്കുന്ന ഒരു വൻശക്തി ഭാവമാണ് ചൈനീസ് വ്യാളിക്കുണ്ടായിരുന്നത്. എന്നാൽ ഇന്നോ ഈ കാർട്ടൂൺ കാണുക. ഹേഗിലെ അന്താരാഷ്ട്ര കോടതി ചൈനയുടെ ആധിപത്യ നിലപാട് തള്ളിയതിനു ശേഷമുള്ള വ്യാളിയുടെ അങ്കലാപ്പ് കേശവ് ഹിന്ദുവിൽ കാർട്ടൂണാക്കി തന്നിരിക്കുന്നു. ഇനി ഇന്നത്തെ ചിത്രം. മലയാളത്തിലൊരു പഴയ ചൊല്ലുണ്ട്, പശുവിൻ്റെ കടിയും മാറും കാക്കയുടെ വിശപ്പും മാറും. ഈ പാരസ്പര്യത്തിൻ്റെ ഒരു പുതിയ രൂപം കാണണമെങ്കിൽ ഈ ചിത്രം കാണുക. ഇത് തിരുവനന്തപുരം മൃഗശാലയാണ്. അവിടെ കാട്ടുപോത്തിൻ്റെ കൂട്ടിൽ ഭക്ഷണം തേടിയെത്തുന്ന പ്രാവുകളാണ് ചിത്രത്തിൽ. ഭക്ഷണം കൂട്ടിൽ, സ്വാതന്ത്ര്യം ആകാശത്തും. ഈ ചിത്രം മാതൃഭൂമി നഗരം പേജാണ് നമുക്ക് തരുന്നത്. തികച്ചും വ്യക്തിഗതമായ കാരണങ്ങളാൽ നാളെയും മറ്റന്നാളും വർത്തമാനം എന്ന ഈ പങ്ക്തി ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് ഹാവ് എ നൈസ് വീക്ക്. ഗുഡ് ബൈ.